don't wait, start now. True. Better, I mean, start now. Start now. നമസ്കാരം, വെൽക്കം ടു എക്സ്പേർട്ട് അഡ്വൈസ്. അപ്പോൾ ഹോട്ട് ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇറ്റ്സ് എ ടൈം ഫോർ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ്. അപ്പോൾ അതിൻ്റെ ഹോട്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് മീ വെൽക്കം ജെയ്സൺ മണ്ഡപത്തിൽ ഫ്രം ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസ്. പ്ലീസ് വെൽക്കം ടു ദ ഷോ. Thank you. അപ്പോൾ ഹോട്ട് ടോപ്പിക്കാണ്. നമ്മൾ ഷോയ്ക്ക് മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ലെറ്റ് മീ ആസ്ക് യു, ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് ഫയലിംഗ് പല ബിസിനസ്സും ചെയ്യേണ്ട ഇനിയിപ്പോൾ 1 ജൂൺ മുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള റൂൾ ഇപ്പോൾ നമ്മൾ ചെയ്തു തീർക്കേണ്ട സമയമായിട്ടുണ്ട് അല്ലേ? ചെയ്തിട്ടുണ്ട്. Yes, I mean the time is coming actually over here. Alright. And അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? Sure. ഇപ്പം ഏറ്റവും അടുത്ത് വരുന്ന ഒരു ഡെഡ്ലൈൻ എന്ന് വെച്ചാൽ ഫോർ മോസ്റ്റ് ഓഫ് ദി കമ്പനീസ് ഇൻ UAE ഇപ്പം ജനുവരി ടു ഡിസംബർ എന്ന ഫൈനാൻഷ്യൽ ഇയർ ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ which almost 80% or more in the UAE, ഇവർക്കെല്ലാം ഈ 30th തീയതി 30th September 2025 is the first coming deadline for corporate tax return filing and corporate tax payment. Okay. അപ്പോ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഓക്കെ 30th September അത്യാവശ്യം സമയമുണ്ട്. നമ്മളൊക്കെ ലാസ്റ്റ് മൊമെന്റ് ഒരാഴ്ച ചെയ്യുന്ന ടീമുകളല്ലേ? എന്നെ നോക്കിയാൽ അറിയാം, ആക്ച്വലി less than 3 months is only left. And ഈ 3 മാസത്തിന്റെ ഉള്ളിൽ തന്നെ we have a lot of things to be looked into. അപ്പൊ മാം പറഞ്ഞതല്ലേ, എല്ലാം ലാസ്റ്റ് മിനിറ്റിന് വെച്ചിട്ട് സ്പോട്ട് ഒരു 30 മിനിറ്റിൽ എല്ലാം തീർക്കാം എന്ന രീതിയിലായിരിക്കും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി നോട്ട്. നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നതിന് മുന്നേ, എസ്പെഷ്യലി ദ ഫസ്റ്റ് കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നതിന് മുന്നേ there are a lot of considerations we have to take into. അപ്പോ those considerations would be the key topic that I would love to discuss ഇന്നത്തെ സെഷൻ. നമ്മുടെ പ്രേക്ഷകരൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. All right. So, what are the things that they need to do? Sure. First things first is you have to get your books of accounts ready and as well as your financial statements ready. അപ്പോൾ books of accounts എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കണക്ക് എല്ലാം പക്കയായിട്ട് റെഡി ആയിരിക്കണം. അപ്പോൾ കൂടുതൽ എവ്രി വൺ നോസ് ദാറ്റ് ഒരു ഇയർ എൻഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇയർ എൻഡ് ബുക്ക് ക്ലോഷറിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ there will be couple of challenges, couple of delays in doing it. അപ്പോൾ നമുക്ക് ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആദ്യം ക്ലോസ് ചെയ്തിരിക്കണം. ആൻഡ് ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റെഡി ആയിരിക്കണം. അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ വിൽ സേ നമുക്ക് ഇൻ ഹൗസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മതിയോ ഓർ ഷുഡ് വി ഡു ഓഡിറ്റ് റിപ്പോർട്ട്? Now in UAE every company is required to do audit. അപ്പോൾ in the memorandum of association എല്ലാ കമ്പനിയുടെ MOA തന്നെ എടുത്ത് നോക്കിയാൽ you will see that every company is mandated to do audit. പക്ഷേ in practice nobody does it mandatorily. A lot of business do it for their own purpose, for any other external purposes, and there are a lot of people who are not doing audit. പക്ഷെ എന്നാലും ഇന്നത്തെ കാലത്തിൽ ഇന്നത്തെ ഈ ഒരു സ്ഥിതിയിൽ no one's checking it whether you're doing it mandatorily audited or not. But corporate tax സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും there is a rule that people who want free zone provisions or who have more than 50 million dirhams in revenue, then they have to get their books of accounts mandatorily audited. അത് നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ അറ്റാച്ച് ചെയ്തിരിക്കണം. ആൻഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ വി ഹാവ് ടു സെലക്ട് ദാറ്റ് ആരാണ് ഓഡിറ്റർ. ഇത് ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആണോ അല്ലെങ്കിൽ മോഡിഫൈഡ് ഒപ്പീനിയൻ ആണോ, ഓർ ഇസ് ഇറ്റ് നീറ്റ് ഒപ്പീനിയൻ, അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ ആണോ? ഇത്രയും ഡീറ്റെയിൽസ് തന്നെ നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കണക്ക് ആദ്യം റെഡിയാക്കി കിട്ടുക ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും റെഡിയാക്കി വെക്കാം. ഇത് റെഡിയാക്കിയതിനു ശേഷമാണ് വി വിൽ ഹാവ് ടു അനലൈസ് ദ നമ്പേഴ്സ് ആൻഡ് ടേക്ക് എ ഡിസിഷൻ. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതിലെന്താ അപ്പം അധികം ചിന്തിക്കാനുള്ളത്? The first thing that you need to know is what type of filing do you wish to proceed with? എന്ന് വെച്ചാൽ in UAE, for example, we have something called a small business relief. അതായത് companies with below 3 million dirhams or up to 3 million dirhams in revenue, they have an option to select something called a small business relief. അത് സെലക്ട് ചെയ്താൽ the benefit is it's a very simplified filing. അതായത് in a very less time with very less efforts you can actually finish filing your corporate tax return. How less? Timing പറയുന്നത്
Timing, for some people it might take 5 minutes, some people it might take half a day, some people more than 1 day. Alright. It depends on the company. There is no fixed approach over here. But it will definitely be a much simplified filing. Okay. Very basic details they will be asking. അതായത് നിങ്ങളുടെ റവന്യൂ എത്രയാ, നിങ്ങളുടെ ഫൈനാൻഷ്യൽസും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. Now SBR ഈ ഒരു ഓപ്ഷൻ സ്മോൾ ബിസിനസ് ലീവ് സെലക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അറ്റാച്ച് ചെയ്യേണ്ട ഒരു ഫീൽഡ് ഇറ്റ് ഈസ് ഓപ്ഷണൽ. Okay. It is not mandatory over there. Appo people do have a relief to not attach their financial statements if they're choosing small business relief. But we always suggest anybody, not just our clients, anybody, we always suggest everybody to make your financial statements even if you're choosing small business relief and attach it. Karnam, it does help you in a way. Evaluate, it does protect you in a way. Yeah. Rather than giving nothing and waiting for questions from the FTA at a future stage, നമുക്ക് ഇന്ന് തന്നെ declare whatever we have, be very transparent and open with the authority, and then declare all that we have over there, and we can avoid any unnecessary questions in the future. So I will always suggest നിങ്ങൾക്ക് ഈ ഫൈനാൻഷ്യൽസ് അറ്റാച്ച് ചെയ്യാൻ ഒരു ഫീൽഡ് ഓപ്ഷണൽ ആണെന്നുണ്ടെങ്കിലും SBR ഫയലിംഗ് ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. Okay. So yeah, first thing is what kind of filing you need to do. അപ്പോൾ SBR ഫയലിംഗ് or സ്മോൾ ബിസിനസ് ലീവ് സ്കീമിൽ ഒരു ഫയലിംഗ് ടൈപ്പ് എന്ന് പറയാം. Okay. സെക്കൻഡ് ടൈപ്പ് ഒരു ഫുൾ സ്കോപ്പ് ഫയലിംഗ്, അതായത് ഈ SBR റിലീഫ്, ഈ സ്മോൾ ബിസിനസ് റിലീഫ് അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു ദ ഫുൾ സ്കോപ്പ് ഫയലിംഗ്. ആൻഡ് തേർഡ് ഇസ്, അഥവാ നിങ്ങൾ ഒരു ഫ്രീ സോൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആൻഡ് യു വാണ്ട് ടു ചൂസ് 0% ടാക്സേഷൻ, ആ ഒരു ഫ്രീ സോൺ ബെനിഫിറ്റ് എടുക്കണമെങ്കിൽ ഒരു ഫ്രീ സോൺ ഫയലിംഗ് എന്ന് പറയാം. These are not what you say official terminologies, Okay. but these are what happens out in the market or എന്തുവാ കോമൺലി പറയുന്ന ഒരു ടേംസ് ആയിരിക്കും ഇത്. അപ്പോൾ SBR ഫയലിംഗ് ഉണ്ട്, ഒരു ഫുൾ സ്കോപ്പ് ഫയലിംഗ് ഉണ്ട്, അതല്ലാണ്ട് ഒരു ഫ്രീ സോൺ ഫയലിംഗും എന്ന് പറയാം. വി ക്യാൻ സേ there is മൂന്നൊരു ഇമ്പാക്ട് ആണ്, മൂന്നിനും ഇറ്റ് ഹാസ് ഇറ്റ്സ് അപ്സ് ആൻഡ് ഡൗൺസ് ഓവർ ഹിയർ. അപ്പോൾ rather than keeping till the end, we have to ഇന്ന് തന്നെ we have to analyze നമുക്ക് എന്താ വേണ്ടതെന്ന്. Definitely, yes. നിങ്ങൾ സ്മോൾ ബിസിനസ് റിലീഫ് ഫയലിംഗ് എടുത്താൽ, ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ എളുപ്പം പണിയാണ്, യു ക്യാൻ ഫിനിഷ് ഇറ്റ് വെരി ഫാസ്റ്റ്. But if your company is having any losses today, നമുക്ക് ആ ലോസ് അടുത്ത കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റൂല. മറിച്ച് ഇഫ് യു ആർ ഡൂയിങ് ഫുൾ സ്കോപ്പ് ഫയലിംഗ്, നിങ്ങൾക്ക് ഇന്നൊരു ലോസ് ഉണ്ടെങ്കിൽ ആൻഡ് അടുത്ത കൊല്ലം പ്രോഫിറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ you can carry forward the previous year's loss and set it off against this year's income. That's fair, alle? That's quite fair. You're going to pay taxes on profits, so they're giving a benefit. If you are having losses, we will leave it as a credit for you. Use it in the next period. All right, all right. So there itself, elpam pani eduttal, you are going to lose this benefit. True. March if you're going for a full scope filing, you can avail this benefit. Appo in a ചെറിയ decision തന്നെ you will have to think about it and choose today. Definitely. അപ്പോൾ അതിന്റെ ഇടയിലൂടെ ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ, നമ്മളോടൊപ്പം തത്സമയമുള്ളത് CA ജെയ്സൺ മണ്ഡപത്തിലാണ്. ഈ റെപ്രസെന്റ്സ് ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസ്. എന്തെങ്കിലും നിങ്ങൾക്ക് ടാക്സ് ഫയലിംഗ് ആവട്ടെ, എനിത്തിങ് ഇൻ ഹിസ് എക്സ്പെർട്ടൈസ് ഏരിയാസ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡയറക്ട്ലി റീച്ച് ഔട്ട് ചെയ്യാം ഓൺ ഹിസ് ഫോൺ, ഓവർ എ ഫോൺ കോൾ ഓർ ത്രൂ വാട്സ്ആപ്പ് 056-693-6999. ഔട്ട്സൈഡ് UAE ആണ് വാട്സ്ആപ്പ് എങ്കിൽ +971566936999 കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഹിസ് സജഷൻസ് ഓർ ഫീഡ്ബാക്ക്. അല്ലാതെ നേരിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാം ആൻഡ് ദെൻ യു ക്യാൻ ഗോ മീറ്റ് ഹിം. സോ ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ ഈ SMEസിന്റെ ബെനിഫിറ്റ് പറഞ്ഞല്ലോ, അപ്പൊ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഡു ദേ നീഡ് ടു വാച്ച് ഔട്ട് ഫോർ സംതിങ് എൽസ് അപ്പാർട്ട് ഫ്രം ദിസ്? Definitely. അപ്പോൾ ഈ പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഫയലിംഗ് ഇസ് ജസ്റ്റ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ഇറ്റ്. യു ക്യാൻ സേ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. ഇപ്പം ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ സേ ഒരു SME സെക്ടർ ഇഫ് യു ആർ തിങ്കിങ്, ദർ ആർ മെനി കൺസിഡറേഷൻസ് യു ഹാവ് ടു ടേക്ക് ഇൻ ടു പ്ലേസ്, യു ഹാവ് ടു ടേക്ക് ഇൻ ടു ദ പിക്ചർ ഓവർ ഹിയർ. അതായത് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താ, നമുക്കൊരു പ്രോഫിറ്റ് ഇന്ന് തുടങ്ങണം. വൈ? ബിക്കോസ് കോർപ്പറേറ്റ് ടാക്സ് ഇസ് എ ടാക്സ് ഓൺ യുവർ പ്രോഫിറ്റ്സ്. സോ വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് അവർ പ്രോഫിറ്റ്സ്. പ്രോഫിറ്റ്സ് എവിടെ നിന്ന് അറിയും? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, നമ്മുടെ അക്കൗണ്ടിംഗ് ഡേറ്റയിൽ നിന്ന്. Our financial statements. That is why financial statements is a must for each and every company. വലിയ കമ്പനി ആയാലും ചെറിയ കമ്പനി ആയാലും your financial statements is a must, and it must be as per IFRS itself. Except for very small companies, they have an option to do cash basis accounting. അവിടെ ഈ IFRS ന്റെ rules may not apply. Okay. But പൊതുവെ for 90% of the entities over here, IFRS financial statements ഉണ്ടാക്കിയേ പറ്റൂ. Okay. Now our financial statement പ്രകാരം എന്താണ് നമ്മുടെ net profit before tax we have to take. Okay. And that is the starting point of our tax computation. ഇനി ആ ഒരു പ്രോഫിറ്റ് എടുത്തതിന് ശേഷം we have to see if we have to adjust anything against this.
അതായത് നിങ്ങൾക്ക് പറയുന്നു സേ എന്റെ പ്രോഫിറ്റ് എന്ന് 300,000 dirhams ആണ്. Okay. പ്രോഫിറ്റ് വെറും നോക്കിയിട്ട് നിങ്ങൾ അസസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ യു വിൽ സേ 300,000 ഇറ്റ് ഈസ് ബിലോ 375,000 dirhams. അപ്പോൾ എനിക്ക് 0% ടാക്സ് കൊടുത്താൽ മതി, നിൽ ടാക്സ് ഓവർ ദർ. Okay. മറിച്ച് നിങ്ങളുടെ അക്കൗണ്ടിങ് ഡേറ്റ വെച്ചോടൊന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്ത് നോക്കിയാൽ യു മൈറ്റ് കം അക്രോസ് സർട്ടൻ നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസസ്. അപ്പോൾ ഈ നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് എന്ത് ചെയ്യണം? തിരിച്ച് പ്രോഫിറ്റിലോട്ട് ആഡ് ബാക്ക് ചെയ്തിട്ട് then we have to see whether tax is applicable. Okay. Upon in many cases we have come across where, for example, 300,000 they are having net profit. പക്ഷെ നോക്കുവാണെന്നുണ്ടെങ്കിൽ they are having maybe up to 200,000 dirhams of commission expense. Okay. Okay. Commission expense എന്ന് പറയുമ്പോഴത്തേക്കും everybody knows it in the industry that it is something that goes out of pocket, something that goes under the table, something that you can say is ഒരു illicit payment എന്ന് പറയാം, but it's a market practice that happens. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ is that a business expense that I can use for tax purpose? പറ്റൂല. Okay. Because if I'm saying this is a business purpose expense, I should have proper documentations and it should be a legal payment. Okay. So unless it is not supported fully and if you don't have proper documentation, it is a non-deductible expense. എനിക്കത് തിരിച്ച് പ്രോഫിറ്റിൽ ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ in this example, say 150,000 is the commission that I've paid in the last year. അപ്പോൾ 300,000 തുടങ്ങി 150,000 തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു, ഇപ്പം 450,000 ആയി. ഇപ്പം നോക്കുമ്പോൾ വി ആർ ക്രോസിംഗ് ദ ലിമിറ്റ് ഓഫ് 375,000 dirhams. Upon the excess amount over 375,000, in this case it will be 75,000 dirhams. That into 9% will be the probable tax expense now. Okay. അപ്പോൾ നമ്മൾ വെറും ഫൈനാൻഷ്യൽസിൽ നിന്ന് പ്രോഫിറ്റ് നോക്കിയാൽ we will not understand what your tax expense is going to be. Okay. അതുപോലെ മറ്റെന്തെങ്കിലും നോൺ ഡിഡക്റ്റബിൾ മറ്റെന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ട്? Definitely. From this case that we spoke about is if there is any sort of bribes or illicit payments or commissions over there. നമുക്ക് personal expenses. If owners are booking their personal expenses into the business, that is disallowed. Travel between countries for business other? If it is for business purpose and you can justify it is for business purpose, go ahead and claim it over here. Okay. Marche, if you don't have proper supporting for this and if you cannot support that this is for business purpose, disallowed. Oh. Similarly, if there is any other non-business related cost, വീട്ടിൽ ചെലവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ you should definitely take it out and add it back to your profit. Office parties, that's a very interesting topic. Because my next point was entertainment expense. All right. The entertainment expense എന്ന് പറയുമ്പോഴത്തേക്കും I have to do it in two categories. We have to think about it in two categories. Okay. First categories, ഇപ്പം മാം സ്റ്റാഫിന് ഒരു പാർട്ടി നടത്തി. Weekly parties. Weekly parties you're putting out in a way that it is, a staff welfare expense over there. It's for your staff over here. Now, any expense that you're incurring for your staff, 100% allowed. Wow. But in case you're incurring such entertainment expense for clients in ആയിരിക്കാം, സപ്ലയേഴ്സ് ആയിരിക്കാം, വേറെ ബിസിനസ് പാർട്ട്നേഴ്സ് വരുമ്പോഴത്തേക്കും അവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെൻസസ് നമ്മൾ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ such expenses will be disallowed up to 50%. Okay. അതായത് നിങ്ങൾ 100 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 രൂപയുടെ ബെനിഫിറ്റ് ക്ലെയിം ചെയ്യും, 50 രൂപ തിരിച്ച് പ്രോഫിറ്റിലോട്ട് ആഡ് ബാക്ക് ചെയ്യാം. Okay. സോ എന്റർടൈൻമെന്റ് എക്സ്പെൻസ് വരുമ്പോഴും ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ എന്റർടൈൻമെന്റ് എക്സ്പെൻസ് ഇൻകർ ചെയ്തതെന്ന് നോക്കിയിട്ട് വിൽ ഹാവ് ടു ഡിസൈഡ് ഫുള്ളി അലൗഡ് ആണോ അല്ലെങ്കിൽ ഓൺലി 50% അലൗഡ് ആണോ അല്ലയോ എന്ന്. ആൻഡ് ദെൻ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഡു ചാരിറ്റി. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ വെർച്യു ഓവർ ഹിയർ ആൻഡ് കുറെ പേര് ചാരിറ്റി സഹായിക്കുന്നുണ്ട്. കുറെ പേര് ഇറ്റ് ക്യാൻ ബി തേർഡ് പാർട്ടി പീപ്പിൾ, ചിലപ്പം ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ചിലപ്പം വേറെ കണക്ഷൻസ് ആയിരിക്കാം. ദർ ഗിവിംഗ് ചാരിറ്റി ടു ഓർഫനേജസ് ആൻഡ് തിങ്സ് ദാറ്റ് വേ. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് not all charity expenses or donations will be allowed as an deductible expense. Okay. മറിച്ച് FTA പറയുന്നത് എന്താണെന്ന് വെച്ചാൽ they are saying if you are giving donations or charities to qualifying public benefit entities, അതായത് certain recognized entities ന് മാത്രം കൊടുക്കുമ്പോൾ 100% expense will be allowed. അല്ലാന്നുണ്ടെങ്കിൽ it will be a disallowed expense. Okay. അപ്പോൾ even though you are giving donations or charities to people in need, പക്ഷേ they are not recognized by the authority here, then it will be a disallowed expense. Okay. And then last but not the least, one very common thing is നമുക്ക് ഫൈൻസും പെനൽറ്റീസ്. Yes. കുറെ പേര് ഫൈൻസും പെനൽറ്റീസ് ബുക്ക് ചെയ്യുന്നുണ്ട് കമ്പനീസിൽ. ഡെഫിനറ്റ്ലി
ഒരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ somebody came up with a very good example. അതായത് ഒരു മാനേജർ പുള്ളി വണ്ടി എടുത്ത് പുള്ളി ഒരു മീറ്റിംഗിന് വെരി ഇമ്പോർട്ടന്റ് മീറ്റിംഗിന് ലേറ്റ് ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, പുള്ളി വണ്ടി എടുത്ത് പറപ്പിച്ചു വിട്ടു. ഈവൻ വെരി ഫാസ്റ്റ് റെഡ് ലൈറ്റ് ഒക്കെ കട്ട് ചെയ്ത് ഫ്ലാഷ് ഒക്കെ അടിച്ച് പുള്ളി ഓഫീസ് എത്തി, മീറ്റിംഗ് എത്തി, സ്പോക്ക് വിത്ത് കസ്റ്റമേഴ്സ്, ഡീല് ക്ലോസ് ചെയ്തു, എവറിബഡി ഈസ് ഹാപ്പി. ആൻഡ് പുള്ളിക്ക് എന്ത് ചെയ്തു, പുള്ളിക്ക് കിട്ടിയ ഫൈൻ എന്ത് ചെയ്തു, ഈസ് ബുക്ക്ഡ് ആസ് എൻ എക്സ്പെൻസ് ഇൻ ദ കമ്പനി. വണ്ടിയും കമ്പനിയുടെ വണ്ടി തന്നെയാണ്. അപ്പോൾ കമ്പനി ദർ ബുക്കിംഗ് ദിസ് ആസ് an expense. Now the question is, will this be allowed or not? കാരണം he is saying that ഇതൊരു ബിസിനസ് പ്രൊമോഷൻ എക്സ്പെൻസ് ആയിട്ട് എനിക്ക് കൂട്ടണം. കാരണം പുള്ളി ആ മീറ്റിംഗിൽ എത്തിയില്ലായിരുന്നെങ്കിൽ he will not get the business for that. But that is not the case. In this case, it is a clear violation of the local rules and regulations. നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഫൈൻസും പെനാൽറ്റീസ് will be disallowed 100%. അപ്പോൾ നിങ്ങൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുമ്പോൾ ഒരു എക്സ്പെൻസ് ആയിട്ട് തന്നെ കൂട്ടും. മറിച്ച് ടാക്സിന്റെ കമ്പ്യൂട്ടേഷൻ ടൈമിൽ ഇത് തിരിച്ച് പ്രോഫിറ്റിലോട്ട് ആഡ് ബാക്ക് ചെയ്തിട്ട് you will have to then analyze. അവിടെ ഒരു ചോദ്യം കൊണ്ടുണ്ട്. ഇപ്പോൾ there are companies which has got large number of fleet. അപ്പോൾ സെയിൽസിന് ആളുകൾ പോകുന്നതാകാം, അല്ലെങ്കിൽ അവരുടെ ഡെലിവറി ട്രക്സ് ഒക്കെ ആവാം. അപ്പൊ അതിന്റെ ഒക്കെ പെട്രോൾ എക്സ്പെൻസസ് ഒക്കെ നമുക്ക് ക്ലെയിം വരാം. Definitely. I mean, if these are fleet of the company itself, കമ്പനിയുടെ വണ്ടിക്കും കമ്പനിയുടെ ആവശ്യത്തിന് തന്നെ ഇത് ഓടുവാണെന്നുണ്ടെങ്കിൽ go ahead, it is a company expense itself. All right. Okay. So these are certain very common examples that I wanted to share over here. കാരണം ഒരുവിധം എല്ലാ കമ്പനിക്ക് ഇതൊന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം. നമ്മൾ ചിലപ്പോൾ ചില ബില്ലുകളൊക്കെ ഇത് കൺസിഡർ ചെയ്യാൻ കഴിയില്ല എന്ന് പലപ്പോഴും ഇങ്ങനെ വരലുണ്ട്. Definitely. So all these small considerations should be taken into place when you're thinking about non-deductible expenses. All right. മറ്റ് എന്താണുള്ളത്? Another very important concept is transfer pricing concept. Transfer pricing. I think couple of months back ആർക്കും ഇതിനെ കുറിച്ച് വലിയൊരു ധാരണയില്ലായിരുന്നു, എസ്പെഷ്യലി SME സെക്ടർ. ബട്ട് നൗ പീപ്പിൾ മസ്റ്റ് ബി ഹിയറിംഗ് ദിസ് ട്രാൻസ്ഫർ പ്രൈസിങ് അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്കിംഗ് എടുത്തു വെക്കണം എന്ന് പറയുന്നത്. ദിസ് ഈസ് നത്തിങ് ബട്ട് നമ്മളിപ്പം ഒരു റിലേറ്റഡ് പാർട്ടിയായിട്ട് ഡീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഡീലിംഗ് should be in arm's length pricing. All right. നമ്മളൊരു എപ്പിസോഡിൽ അത് ഡിസ്കസ് ചെയ്തു. We did discuss on that. ഒരു തിയറിറ്റിക്കൽ സൈഡ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. But I want to shed some light on നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാ ആപ്ലിക്കബിൾ ആയി വരുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അവർ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ഡു യു ഹാവ് എനി ട്രാൻസാക്ഷൻസ് വിത്ത് കണക്റ്റഡ് പേഴ്സൺസ് ഓർ ഡു യു ഹാവ് ട്രാൻസാക്ഷൻസ് വിത്ത് റിലേറ്റഡ് പാർട്ടീസ്. ഈ കണക്റ്റഡ് പേഴ്സൺസ് എന്ന് വെച്ചാൽ ലൈക്ക് ഇൻഡിവിജ്വൽസ്, ഫോർ എക്സാമ്പിൾ ഓണേഴ്സ് ഓഫ് ദ കമ്പനി, ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി ഓർ കീ മാനേജറിയൽ പേഴ്സണൽ ഓഫ് ദ കമ്പനി. അവർക്കിപ്പം നിങ്ങൾ സാലറി കൊടുക്കുക ആൻഡ് യു ആർ ഗിവിംഗ് ദം ബോണസസ്, അലവൻസസ്, ഹൗസിംഗ് അലവൻസ്, ട്യൂഷൻ അലവൻസ് എന്ന് പറഞ്ഞ ബിഗ് ലിസ്റ്റ് ഓഫ് അലവൻസസ് യു ആർ ഗിവിംഗ്. അപ്പോൾ ഈ പറഞ്ഞ റെമ്യൂണറേഷൻ, അതായത് പുള്ളിയുടെ സാലറിയും ബോണസും അലവൻസ് എല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ് ഇറ്റ് ക്രോസിംഗ് 500,000 dirhams എന്നൊരു ചോദ്യം CT റിട്ടേണിൽ ചോദിക്കുന്നുണ്ട്. അത് ടിക്ക് ചെയ്താൽ ദേ ആർ ആസ്കിംഗ് us to fill a schedule. ആ ഷെഡ്യൂളിൽ യു ഹാവ് ടു മെൻഷൻ ഇന്നയാളുടെ പേര്, വാട്ട് പേയ്മെന്റ് യു ഹാവ് മെയ്ഡ് ടു ഹിം, വാട്ട് ഇസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇറ്റ്, ഇസ് ഇറ്റ് എ പേയ്മെന്റ് ഓർ എ ബെനിഫിറ്റ്, what is the amount you've paid this person, and തൊട്ട് സൈഡിൽ തന്നെ they are asking what is the market value of this payment. അപ്പോൾ now for example if that person is getting എല്ലാം കൂടി he is getting say 800,000 dirhams in a year, പുള്ളിയുടെ സാലറിയും അലവൻസ് എല്ലാം കൂട്ടി നോക്കുകയാണെങ്കിൽ 800,000 dirhams, he is crossing 500,000. അപ്പോൾ എനിക്ക് ഈ ഷെഡ്യൂൾ ഫിൽ ചെയ്യണം. I will mention 800,000 is the payment made to him. തൊട്ട് സൈഡിൽ തന്നെ they are asking what is the market value of this. അപ്പോൾ if we are filing the corporate tax return, എനിക്ക് ചുമ്മാ 800,000 അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നാളെ FTA will ask us എന്ത് ബേസിസിലാണ് നിങ്ങൾ ഇത് മാർക്കറ്റ് വാല്യൂവിനെ വിളിച്ചത്. How are you saying this 800,000 is a market value? So over there comes the concept of benchmarking. This is a very simple example where for managerial remuneration, key managerial personnel, അവരുടെ സാലറിയും വരെ is being monitored over here, where they are related parties here. So in such case, we have to get a benchmarking done for these people. ഈ benchmarking എന്ന് വെച്ചാൽ in very simple terms, it's like a third party document that is saying what is the higher limit or lower limit when you're comparing it with the market value. ഇതിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ you're good to go. It will be allowed for tax purpose. But if it's crossing that, ഇപ്പം for example 800,000 പുള്ളിക്ക് കൊടുക്കുന്നു, but ബെഞ്ച്മാർക്കിംഗ് ചെയ്ത് വന്നപ്പോഴത്തേക്കും they are saying 600,000 വരെയാണ് മാക്സിമം മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ.
the remaining 200,000 add it back to profit, Okay. then come your tax. Oh my. Same principle applied for related party transactions. അപ്പോൾ നിങ്ങളുടെ റിലേറ്റഡ് കമ്പനീസ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സെയിൽസ്, പർച്ചേസസ്, ലോൺ എടുക്കുന്നു, ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നവരുടെ കയ്യിൽ നിന്ന്, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ പെടും. അപ്പോൾ ഫയലിംഗ് ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം ഓർത്ത് വെച്ച് യു വിൽ ഹാവ് ടു അസസ് ഇത് നല്ല ഇമ്പാക്ട് വരാൻ പോകുന്നുണ്ടോ നിങ്ങളുടെ ബിസിനസ്സിന് കരുതി വെക്കണം. കുറച്ച് മുന്നേ പറഞ്ഞു some elections that the business can make. Can you tell us a little more about that? Sure. Another very important aspect is elections. Appo in the CT return we have to make certain elections, and some elections are applicable for the first year only. Okay. അതായത് നിങ്ങളുടെ ഫസ്റ്റ് കോർപ്പറേറ്റ് ടാക്സ് റിട്ടേണിൽ വരാൻ പോകുന്ന ചില elections ആണ്. Two examples I will give. Okay. First one being qualifying immovable property. ഇതെന്ന് വെച്ചാൽ ഒരു ട്രാൻസിഷണൽ പ്രൊവിഷൻ ആണ്. അതായത് സേ ടാക്സ് സ്റ്റാർട്ടഡ് ഇൻ 2024 ഫോർ യുവർ കമ്പനി എന്ന് വിചാരിക്കുക. Okay. ബട്ട് 2018 തൊട്ട് എന്താ നിങ്ങൾക്കൊരു വലിയ പ്രോപ്പർട്ടി ഉണ്ട് കമ്പനിയുടെ പേര്. എന്നിട്ട് 2025 അതായത് ടാക്സ് വന്നതിന് ശേഷം നിങ്ങൾ ഈ ബിൽഡിങ്ങിനെ വിറ്റു. എന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി, ഒരു ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടി. ദാറ്റ് ക്യാപിറ്റൽ ഗെയിൻസ് വിൽ ബി ടാക്സിബിൾ ഫോർ ദ ബിസിനസ്. പക്ഷെ നിങ്ങളൊരു ബിസിനസ് മാൻ യു വിൽ ബി ആസ്കിങ്, പക്ഷെ ഇതെനിക്ക് 2018 തൊട്ടുള്ള പ്രോപ്പർട്ടി അല്ലേ, ടാക്സ് വന്നത് ഒരു കൊല്ലം ആയിട്ടുള്ളൂ. അപ്പോ why should I pay tax on the entire profit? And that exactly is what FTA is trying to tell us. അതായത് they are saying നിങ്ങൾ മൊത്തം ക്യാപിറ്റൽ ഗെയിൻസിന്റെ പുറമെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, you will get a relief. Okay. അപ്പോൾ that relief is nothing but two methods. ഒന്ന് വാല്യുവേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ there is a valuation method of getting this exemption. അല്ലാന്നുണ്ടെങ്കിൽ ഒരു time proportionate method which is the easiest one. Simple way, how many days you own the property before tax started, how many days since tax started. Okay. അതിന്റെ പ്രൊപ്പോർഷനേറ്റിൽ എന്ത് ചെയ്യും, ആ പ്രോഫിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യും. For the portion that belongs to during the tax period, pay tax only on that. അപ്പോൾ you're going to save a big chunk over there. അപ്പോൾ all these companies with properties under their name, they have to think about it and make this election in the first tax return. All right. അവരുടെ ആദ്യത്തെ ടാക്സ് റിട്ടേണിൽ ചെയ്തില്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ അവർക്ക് പിന്നീട് കിട്ടൂല. ആൻഡ് സെക്കൻഡ് എ സ്മോൾ പോയിന്റ് വുഡ് ബി റിയലൈസേഷൻ ഓർ അൺറിയലൈസേഷൻ ബേസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു എലക്ഷൻ. അതായത് ദേ ആർ സെയിങ് ഡു യു വിഷ് ടു പേ ടാക്സസ് ഓൺ എ റിയലൈസ്ഡ് ബേസിസ് ഓർ അൺറിയലൈസ്ഡ് ബേസിസ്. അതായത് വി മൈറ്റ് ഹാവ് സർട്ടൻ ഇൻവെസ്റ്റ്മെന്റ്സ് വിച്ച് വി ആർ വാല്യൂയിങ് ഇറ്റ് അറ്റ് റിയലൈസേഷൻ ബേസിസ് ഓർ വിച്ച് വി ആർ വാല്യൂയിങ് ഇറ്റ് അറ്റ് ഫെയർ വാല്യൂ ബേസിസ്. ഫെയർ വാല്യൂ ബേസിസ് എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി വിറ്റിട്ടുണ്ടാവില്ല, പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ നീങ്ങുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻകം ബുക്ക് ചെയ്യും. ഓർ യുവർ റീവാല്യൂയിങ് യുവർ അസറ്റ്സ്, റീവാലുവേഷൻ ഗെയിൻ ബുക്ക് ചെയ്തെന്ന് വിചാരിക്കുക. ഷുഡ് യു പേ ടാക്സസ് ഓൺ ദിസ് ഗെയിൻ? That depends on what election you're making. If you're not choosing realized basis, by default you're saying എനിക്ക് unrealized basis പോകണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ unrealized gains also I will have to include for tax purpose. But if I choose realized basis only, it's the opposite. അത് വിറ്റാലേ അതിൽ നിന്ന് കിട്ടുന്ന profit only I will be subjecting to tax over there. So these are certain one-time elections that has to happen in the first tax return. ഇതിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ടല്ലേ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വരെ വെച്ചിട്ട് ഒറ്റയടിക്ക് ഇതെല്ലാം ചോദ്യം വരുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് പതരും. അപ്പൊ അതിനു മുന്നേ തന്നെ എല്ലാവരും തുറന്നു നോക്കും. ദേ ഹാവ് ടു ബി പ്രിപ്പയർഡ്. തുറന്നു നോക്കിയിട്ട് വേണം അനലൈസ് ഇവർക്ക് ഇന്ന ഐറ്റംസ് ഉണ്ടോ ഇല്ലയോ, ഇസ് ദിസ് ആപ്ലിക്കബിൾ ടു ദ ബിസിനസ്. ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആൾക്കാരെ കൺസൾട്ട് ചെയ്തിട്ട് അതിന്റെ ഡിസിഷൻസ് എടുത്തു വെക്കാം. ഡെഫിനറ്റ്ലി. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇനി വേറെ ഇപ്പൊ ഈ ഫോറിൻ എസ്റ്റാബ്ലിഷ്മെന്റിന് അതിന്റെ പ്രൊവിഷൻസ് ഒക്കെ എങ്ങനെയാണ്? ഷുവർ. അത് ചുരുക്കം പറയുവാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ഹാവിംഗ് എനി ഫോറിൻ ബ്രാഞ്ച്, then in that case our income you have to include it in your financial statements now, but you have an option to exclude it at the time of tax filing. കാരണം അവിടെ ഓൾറെഡി ടാക്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൺട്രിയിൽ, then you don't have to pay tax on that income again in the UAE. അതും exempt ചെയ്യാം ഇവിടുന്ന്. സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി എന്തൊക്കെയുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. Sure. Such what do you say, it's a two-way thing. അതല്ലാണ്ട് of course there is a big chunk of it that is remaining, which is the free zone election. അതായത് നിങ്ങളൊരു ഫ്രീ സോൺ കമ്പനി ആവാം, but doesn't mean you have to fulfill all the conditions of a free zone provision. Instead you can make an election. അതായത് നിങ്ങളൊരു ഫ്രീ സോൺ കമ്പനി ആണോ എന്ന് ചോദിക്കും, യെസ് എന്ന് കൊടുത്തു.
ഡു യു വോണ്ട് ടു പേ ടാക്സസ് ഇൻ ദ നോർമൽ കോർപ്പറേറ്റ് ടാക്സ് റെജീം എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഒരു ഓപ്ഷൻ ഉണ്ട്, ഫ്രീ സോൺ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ എക്സിറ്റ് ഫ്രം ദാറ്റ് ആൻഡ് സാധാ മെയിൻലാൻഡ് ആയിട്ട് നിങ്ങൾക്ക് ടാക്സ് കൊടുക്കാം. ആ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ പിന്നെ they will not ask you this question anymore. You will be treated as a normal mainland company for corporate tax purpose. But why would somebody do that? ചില കമ്പനീസ് ഉണ്ട്, കാരണം ചില കണ്ടീഷൻസ് ഉണ്ട് ഇതിൽ. If they know that they are not going to meet any of these conditions, ഇന്ന് തന്നെ അത് ഒഴിവാക്കാം. They can jump out of it today. All right. അല്ലാന്നുണ്ടെങ്കിൽ say you're answering that no, I want to stick with free zone provisions എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നിട്ട് അവർ മൂന്നാമത്തെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് റിട്ടേണിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ കണ്ടീഷൻസ് ഇപ്പം ഐ എം നോട്ട് ലേയിങ് ഇറ്റ് ഡൗൺ ഇൻ ദിസ് എപ്പിസോഡ് ബിക്കോസ് ഇറ്റ് വിൽ ബി ടു ലോങ്. മറിച്ച് ഐ വിൽ സേവ് ദാറ്റ് for the next episode probably. എന്തായാലും ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല ആളുകൾക്കും പല പല സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ബിക്കോസ് ഒരു TV ഷോയിൽ ദർ ഇസ് എ ലിമിറ്റ്, പറയാൻ കഴിയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. പിന്നെ റിസീവ് ചെയ്യുന്ന എന്നെ പോലത്തെ ഒരാളിനോട് പറയുമ്പോഴും അവയർനെസ് ബേസിസ് ജനറൽ ആയിട്ട് നമുക്ക് അവയർനെസ് കൊടുക്കാം. ബട്ട് ഈച്ച് കമ്പനി ഷുഡ് check on their company to company basis. Is it applicable for me and my business എന്നുള്ളൊരു കൺസേൺ കൂടിയുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ്. നമ്മുടെ എക്സ്പേർട്ട് അഡ്വൈസിൽ CA ജെയ്സൺ മണ്ഡപത്തിനെ കൊണ്ടുവരുന്ന തന്നെ ഫോർ ദാറ്റ് നിങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കട്ടെ. എങ്ങനെയൊക്കെ എക്സംഷൻസ്, നിങ്ങളുടെ വാല്യുബിൾ മണി എങ്ങനെയൊക്കെ സേവ് ചെയ്യാമോ അതിനുള്ള ഐഡിയാസ് നൽകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ജസ്റ്റ് ഫീൽ ഫ്രീ ടു കണക്ട് വിത്ത് ഹിം ഓൺ ഹിസ് മൊബൈൽ നമ്പർ +971 56 693 So before we conclude, അടുത്ത എപ്പിസോഡിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടാകും, ഫ്രീ സോൺ ടോപ്പിക്സ് ഉണ്ടാകും. അല്ലാണ്ട് വുഡ് യു ലൈക്ക് ടു ആഡ് എനിത്തിങ് എൽസ് ഓൺ ദിസ് എപ്പിസോഡ്? ഓഫ് കോഴ്സ്, ഇഫ് ഐ ഹാവ് ടു റാപ്പ് ഇറ്റ് അപ്പ്, ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് പറയുവാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഐ സെഡ്, കോർപ്പറേറ്റ് ടാക്സ് ഫയലിംഗ് it's not the same for everybody. അതായത് ഓരോ കമ്പനിക്ക് ഇറ്റ്സ് എ ഡിഫറെന്റ് ഗെയിം ഓൾ ടുഗദർ. ഓരോ കമ്പനിയുടെ ആപ്ലിക്കബിലിറ്റി, അവരുടെ കണ്ടീഷൻസ്, അവരുടെ സിറ്റുവേഷൻസ് എല്ലാം വേറെ വേറെ തന്നെയാണ്. അപ്പോൾ ഒരു കമ്പനി ചെയ്യുന്ന സെയിം മെത്തേഡ് മറ്റേ കമ്പനി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ നോട്ട് ഫിറ്റ്. സോ CT ഫയലിംഗ് ഇസ് നോട്ട് വൺ സൈസ് ഫിറ്റ്സ് ഓൾ. ഇറ്റ് ഈസ് മെന്റ് ടു ബി അസസ്ഡ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് ബിസിനസ്. അപ്പോൾ ഓരോ ബിസിനസിന്റെ സ്ട്രക്ചർ നോക്കുക, അവരുടെ ടൈപ്പ് ഓഫ് ഇൻകം നോക്കുക, അവർ മെയിൻലാൻഡ് ആണോ, അവർ ഫ്രീ സോൺ ആണോ, അവർക്ക് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് വരുന്നുണ്ടോ, അവർക്ക് മാനേജർ സാലറി 500,000 മേൽ പോകുന്നുണ്ടോ, അത്യാവശ്യം നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസസ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഇതൊക്കെ ഓരോന്നും നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം ഓരോ കമ്പനിയുടെ അസസ്മെന്റ് ചെയ്യേണ്ടത്. സോ ഡെഫിനറ്റ്ലി ഡോണ്ട് കീപ് ഇറ്റ് ടിൽ ദി എൻഡ്. സ്റ്റാർട്ട് ടുഡേ, സ്റ്റാർട്ട് അനലൈസിങ് ടുഡേ. എന്തായാലും ഉറപ്പായിട്ടും ഡൗട്ട്സ് എന്തായാലും പൊങ്ങി വരും. സോ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യുവർ ക്വാളിഫൈഡ് പേഴ്സൺ. നിങ്ങളുടെ അക്കൗണ്ടന്റ് ആവാം. Ask your accountants to get more aware on this, or research with other people, or get in touch with professionals itself who can help you out in this. So that would be my closing statement. Don't wait, start now. True. Better, start now. Start now. So thank you so much, CA Jaison. It was wonderful having you. Your insights would definitely have benefited our viewers. Thank you so much for your time. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും നിർത്തുന്നു. This is Jaison signing off with CA Jaison Mandapathil from NTV, UAE's #1 Indian television channel. Take care.